ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സാറ്റർഡേയും സൺഡേയും എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു സാറ്റർഡേ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റിട്ട് ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇന്ന് പുറത്ത് പോകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നാണ് ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ വരുന്നത്. അപ്പോൾ ഇന്ന് പുറത്തുനിന്നായിരിക്കും ലഞ്ച് കഴിക്കുന്നത്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഉണ്ടാക്കിയാൽ മതിയായിരുന്നു കേട്ടോ. പിന്നെ രാവിലെ തന്നെ ഞാൻ ലിസ്റ്റൊക്കെ എഴുതുന്നുണ്ട് ഗ്രോസറി ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ മന്ത്ലി ഷോപ്പിംഗാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഒരു മാസത്തിൽ ഇങ്ങനെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടാണ് എടുത്ത് വയ്ക്കുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ രാവിലെ തന്നെ പോയിട്ട് ഗ്രോസറിക്കുള്ളത് എടുക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിന്ന് പുറത്ത് പോയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേനും പോകുന്നുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് അപ്പോൾ ആദ്യം ഞങ്ങൾ ഗ്രോസറി ഷോപ്പിംഗ് ചെയ്യും. തൊട്ടടുത്ത് തന്നെയുള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് കിട്ടും. പിന്നെ ഞാൻ എപ്പോഴും ഇങ്ങനെ ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടേ പോകാറുള്ളൂ. അപ്പോൾ എത്രയൊക്കെ തിരക്കാണെങ്കിലും ഇങ്ങനെ അത്യാവശ്യത്തിനുള്ള സാധനങ്ങൾ പെട്ടെന്ന് പോയി തിരക്ക് പിടിച്ചൊന്നും മേടിക്കാറില്ല. നേരത്തെ തന്നെ ലിസ്റ്റൊക്കെ തയ്യാറാക്കി വെച്ചേക്കും. സാധനങ്ങളൊക്കെ എടുത്തതിന് ശേഷം പിന്നെ നേരെ ഹോട്ടലിലേക്ക് പോവാണ്. അപ്പോൾ കോപ്പർ കിച്ചൺ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണ് പോകുന്നത്. പിന്നെ ഞങ്ങൾ ഗ്രോസറി എടുത്ത ഷോപ്പിൽ നിന്ന് തന്നെ അവർ ഡെലിവറി ചെയ്യാറുണ്ട്. വൈകുന്നേരം ആകുമ്പോഴത്തേനും വീട്ടിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ഞങ്ങൾ പോയിട്ട് സാധനം മാത്രം എടുത്ത് വെച്ചാൽ മതിയാവും. അങ്ങനെ ഞങ്ങൾ കോപ്പർ കിച്ചൺ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ആംബിയൻസ് ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇത് കേരളത്തിലും ഒക്കെ ഉണ്ട് ഇതിൻ്റെ ബ്രാഞ്ച്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിനടുത്ത് തന്നെയുള്ളൊരു കടയാണിത്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാനിവിടെ വരുന്നത്. അപ്പോൾ ഹസ്ബൻഡും ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ ലൈറ്റിങ്ങും സെറ്റിങ്സൊക്കെ കാണാനായിട്ട് സൂപ്പറായിരുന്നു കേട്ടോ. നല്ല വൃത്തിയുള്ള ഹോട്ടലുമാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ഫുഡും തന്നെയായിരുന്നു. വേറെ നമുക്ക് ചിലപ്പോൾ പുറത്തുനിന്ന് നമ്മൾ ബിരിയാണി കഴിക്കുമ്പോഴത്തേനും നമുക്ക് പെട്ടെന്ന് തന്നെ വയറൊക്കെ ഫുള്ളാവുന്ന പോലെ തോന്നും. ഇത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ഭക്ഷണമായിരുന്നു. പിന്നെ ഇവിടുത്തെ സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നിയത് നമ്മുടെ കേരള കർണാടക ഒരു കോംബോ പോലത്തെ നമ്മുടെ വാഴയിലയിൽ പൊള്ളിച്ചിട്ടുള്ള മീനില്ലേ, അതിൻ്റെ ഒരു സ്പെഷ്യൽ ഡിഷ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാനത് എടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ ബിരിയാണിയാണ് മേടിച്ചത്. എനിക്ക് ചിക്കൻ ബിരിയാണിയും ആമിക്കും ഹസ്ബൻഡിനും മട്ടൻ ബിരിയാണിയും ഓരോന്ന് വെച്ച് ഞങ്ങൾ മേടിച്ചു. ആമിക്ക് സെപ്പറേറ്റ് ആയിട്ട് മേടിച്ചില്ല. ഹസ്ബൻഡും ആമിയും കൂടി ഷെയർ ചെയ്ത് കഴിക്കുകയാണ് ചെയ്തത്. പിന്നെ ഈ ഒരു ഫിഷും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹസ്ബൻഡ് അവിടെ ഓർഡർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ മെയിൻ ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ 10-20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഫുഡ് കൊണ്ടുവരുള്ളൂ. അപ്പോൾ അത്രയും നേരം നമ്മളിവിടെ ഇങ്ങനെ ചുമ്മാതിരിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റാർട്ടറൊക്കെ ഓർഡർ ചെയ്യണമായിരുന്നു. ഞങ്ങൾക്ക് അതൊന്നും വേണ്ടാത്തതുകൊണ്ട് ഞങ്ങൾ മെയിൻ കോഴ്സിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു 20 മിനിറ്റ്സോളം ഞങ്ങളിവിടെ വെറുതെ ഇരിക്കേണ്ടി വന്നു. അതിൻ്റെ ഒരു പ്രശ്നമാണ് ഉള്ളത്. കാരണം അവർ നമ്മൾ പറയുന്ന സമയത്താണ് ഫുഡ് പ്രിപ്പയർ ചെയ്ത് തരുന്നത്. അപ്പോൾ മീൻ എൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല, ഏത് മീനാണെന്ന് അറിയത്തില്ല. പക്ഷേ നല്ല മസാലയൊക്കെ നന്നായിട്ട് തന്നെ ചേർത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന പോലെയൊന്നും വന്നിട്ടില്ല കേട്ടോ. എന്നാലും നമ്മൾക്ക് ഇവിടെ തമിഴ്നാട്ടിൽ കിട്ടുന്ന മറ്റുള്ള റെസ്റ്റോറൻറ്റിൽ വെച്ച് നോക്കുമ്പോഴത്തേനും അത്യാവശ്യം നല്ല മീൻ തന്നെയായിരുന്നു. അപ്പോൾ ഇത് ഒരു മീഡിയം സൈസാണ് ഞങ്ങൾ എടുത്തത്. അപ്പോൾ ലാർജ്, മീഡിയം, സ്മോൾ സൈസിലുള്ളതുണ്ട്. അപ്പോൾ അന്ന് സ്മോൾ സൈസ് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് മീഡിയം സൈസിലുള്ളത് എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് അവിടുത്തെ ഹോട്ടലിലുള്ള ആൾ തന്നെ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് പീസസ് ആക്കിയിട്ട് പ്ലേറ്റ്സിലേക്ക് വെച്ച് തരുകയാണ് ചെയ്തത്. ശരിക്കും ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു പിന്നീടാണ് തോന്നിയത്. കാരണം ബിരിയാണിയുടെ കൂടെ എന്തായാലും നമുക്ക് നോൺ വെജ് ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ ഫിഷിൻ്റെ ആവശ്യമില്ലായിരുന്നു. പക്ഷേ ജസ്റ്റ് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ് മേടിച്ചത്. എന്തായാലും വാങ്ങി. അപ്പോൾ അത്യാവശ്യം നല്ല ബിരിയാണിയൊക്കെ തന്നെയായിരുന്നു. ഇവിടുത്തെ തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണിയാണ്. അപ്പോൾ അത്യാവശ്യം 3 പേർക്ക് കഴിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റി തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ആമിക്കും ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ ഞങ്ങളങ്ങനെ വീട്ടിൽ എൻ്റെ ആമിയുടെയൊക്കെ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു കേക്ക് പോലും മേടിക്കാനായിട്ട് ഹസ്ബൻഡ് സമ്മതിക്കത്തില്ല. ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേക്ക് അങ്ങനെ ആഘോഷമൊന്നും നടത്താനായിട്ട് സമ്മതിക്കത്തില്ല കേട്ടോ. അപ്പോൾ ഒരു ഡ്രസ്സ് പോലും എടുക്കാറില്ല. ഞങ്ങൾക്ക് പക്ഷേ എല്ലാം മേടിച്ച് തരികയൊക്കെ ചെയ്യും.
എന്നാലും പുള്ളിക്ക് ഇതൊന്നും അങ്ങനെ അധികം ആഘോഷിക്കുന്നതോ അങ്ങനെ അതൊന്നും ഇഷ്ടമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈവനിങ് ആയപ്പോഴത്തേനും ഇന്ന് ഹസ്ബൻഡിൻ്റെ ഓഫീസിൽ ഇതുപോലെ ഫാമിലി മീറ്റപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഹസ്ബൻഡിൻ്റെ ഓഫീസിൻ്റെ പേരൊന്നും പറയുന്നില്ല, കാരണം നമുക്ക് പ്രൈവസി ഇഷ്യൂസൊക്കെ ഉള്ളത് കൊണ്ടാണ് കേട്ടോ. കാരണം നമ്മൾ യൂട്യൂബിൽ അതൊക്കെ പറയാനായിട്ട് നമുക്ക് റെസ്ട്രിക്ഷൻസൊക്കെ ഉണ്ട്. നമ്മുടെ സേഫ്റ്റിയും കൂടെ നോക്കണമല്ലോ, അതുകൊണ്ടാണ്. അങ്ങനെ ഓഫീസിലൊക്കെ ഒന്ന് പോയിട്ട് അത് ഒരു 3 മണിക്ക് ശേഷമാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഒരു 5 മണി തൊട്ട് ഒരു 6 മണി വരെയൊക്കെ അവിടേക്ക് ഒന്ന് സ്പെൻഡ് ചെയ്തതിന് ശേഷം 6 ആയപ്പോഴത്തേനും അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത്. ഇച്ചിരി ദൂരമുണ്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പോകാനായിട്ട്, അതുകൊണ്ട് തന്നെ നന്നായിട്ട് ടയേർഡായിപ്പോയി. വീട്ടിലെത്തിയപ്പോഴത്തേനും ഒരുപാട് താമസിച്ചു. പിന്നെ സൺഡേ ആണ് വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ സൺഡേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ലഞ്ച് ചെയ്യാനായിട്ട് ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇതുപോലെ നാട്ടിൽ നിന്ന് ഞാനിങ്ങനെ ഉണക്കച്ചക്ക കൊണ്ടുവന്നു എന്ന്. അപ്പോൾ അത് കറി വയ്ക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നന്നായിട്ട് തിളപ്പിച്ച വെള്ളത്തിലേക്ക് ഈ ചക്ക ഇട്ട് വെച്ചിട്ടുണ്ട്. ഒരു 15 മിനിറ്റോളം ഇട്ട് വെച്ചേക്കുമ്പോൾ തന്നെ നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടും. അതിനുശേഷം നന്നായിട്ട് പച്ചവെള്ളത്തിൽ കുറേ വെള്ളത്തിൽ അങ്ങ് കഴുകിയെടുക്കുക. അപ്പോൾ ആ കഴുകിയെടുക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് കഴുകിയാലാണ് അതിൻ്റെ ഒരു ഉണക്കൽ സ്മെല്ല് പോകത്തുള്ളൂ. അപ്പോൾ നന്നായിട്ട് കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് തന്നെ ഇത് ടേസ്റ്റ് വ്യത്യാസമൊന്നും തോന്നാതെ നമുക്ക് കറി ആക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിത് കുറേ വെള്ളത്തിൽ കഴുകിയതിന് ശേഷം ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ഞാനിന്ന് കുക്കറിലാണ് വയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ചേർത്തിട്ടുണ്ട്. ഒരു അരക്കപ്പോളം തേങ്ങ എടുത്തു. പിന്നെ കുറച്ച് ജീരകം എടുത്തിട്ടുണ്ട്, നല്ല ജീരകമാണ്. പിന്നെ 2 അല്ലി വലിയ വെളുത്തുള്ളി, പിന്നെ കുറച്ച് ഒരു പിടിയിൽ താഴെ കുറച്ച് കുരുമുളകും പിന്നെ 2 പച്ചമുളകും കൂടി ചേർത്തിട്ട് തോരനൊക്കെ അരയ്ക്കില്ലേ, അതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുക്കറിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന ചക്കയും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ആ ഒരു തേങ്ങയുടെ അരപ്പും കൂടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോഴത്തേനും ഒരുപാട് ഒഴിച്ചു കൊടുക്കണ്ട, കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ അരപ്പ് ആ ഒരു മിക്സിയുടെ ജാറിൽ ഒന്ന് അരപ്പിട്ടതിന് ശേഷം ആ മിക്സിയുടെ ജാറിൽ നിന്ന് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തു. അതിനുശേഷം പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് ഞാൻ തേങ്ങ അരച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി കുറവായിട്ട് തോന്നി. ഇച്ചിരി നല്ല മഞ്ഞ കളറൊക്കെ ഉണ്ടെങ്കിലാണ് ഇത് കാണാനായിട്ട് ഭംഗി ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ കുറച്ചധികം തന്നെ മഞ്ഞൾപ്പൊടി വീണ്ടും ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ട് വിസിലും വാഷറും ഒക്കെ ഇട്ട് ഒരു 3 വിസിൽ കേൾപ്പിക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിലിട്ട് 3 വിസിൽ കേൾപ്പിക്കുമ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. പിന്നെ ഇതിനിടയിൽ ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഒന്ന് ചൂടാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ എപ്പോഴും ഇങ്ങനെ ബൾക്കായിട്ട് ഇതുപോലെ ഒന്ന് എടുത്ത് ചൂടാക്കി വെക്കാറുണ്ട്. ഒരല്പം അതിൻ്റെ കളറൊന്ന് മാറുന്ന വരയ്ക്കും കരിഞ്ഞു പോകാത്ത രീതിയിലൊന്ന് നന്നായിട്ട് നമ്മൾ ചൂടാക്കി വെച്ചേക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് മീൻ കറിയിലൊക്കെ ഇടാനായിട്ട് പറ്റും. അപ്പോൾ മീൻ കറിയിൽ ഞാൻ ഈ ഒരു മുളകും മല്ലിപ്പൊടിയും കൂടി ചൂടാക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തേങ്ങ അരച്ച ട്രിവാൻഡ്രം സ്പെഷ്യൽ മീൻ കറിയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിനിടയിൽ തന്നെ നമ്മുടെ കുക്കറിനകത്തുനിന്ന് 3 വിസിൽ കേട്ടിട്ട് അതിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം ഞാനൊന്ന് ഓപ്പൺ ചെയ്തപ്പോഴത്തേനും നല്ല ഫൈനായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചേക്കുവാണ്. അപ്പോൾ ഇങ്ങനെ വെച്ചേക്കുമ്പോഴത്തേനും നന്നായിട്ട് തന്നെ ആ ഒരു വെളിച്ചെണ്ണയുടെ മണമൊക്കെ അതിലേക്ക് ഇറങ്ങിക്കിട്ടും. പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മീൻകറി തന്നെയാണ്, ചക്കയും മീൻകറിയാണ്. പിന്നെ ഇന്ന് നമുക്ക് ചീര കിട്ടിയിട്ടുണ്ടായിരുന്നു. ചീരയുടെ തോരനും കൂടെ വെക്കണമെന്ന് തോന്നി. അങ്ങനെ ചീരത്തോരന് വേണ്ടിയിട്ട് ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ പെട്ടെന്ന് തന്നെ നമ്മൾ ചടപടയെന്ന് ചെയ്ത് കേട്ടോ. അതിൻ്റെ റെസിപ്പിയൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ പച്ചച്ചീരയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല ചുമന്ന ചീരയും നമുക്കിവിടെ കിട്ടും, എങ്കിലും പച്ചച്ചീരയാണ് നല്ല കുറച്ചും കൂടി ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മീൻ കറിയും മോര് കറിയും ചക്കയും തോരനും ഒക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോഴത്തേനും വാഴയില കൊണ്ടുവന്നെന്ന് അറിഞ്ഞില്ല. അപ്പോൾ അതിലൊന്ന് കഴിക്കണമെന്നൊരു മോഹം തോന്നി. അപ്പോൾ നോക്കിയാൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് നമ്മുടെ വാഴയില. ഏറ്റവും മേലെ ഇരുന്ന വാഴയിലയാണ് ചെറുതായിട്ടൊന്ന്
ഒരു ഇത് കളർ വ്യത്യാസം വന്നിട്ടുള്ളത്. എന്നാലും നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇല തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ വാഴയിലയിൽ എന്തായാലും വാഴയില ഉണ്ടല്ലോ, അതുകൊണ്ട് ഇതിൽ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതിലേക്ക് ചോറ് വിളമ്പി കഴിക്കുന്നതാണ്. ഞങ്ങൾ 3 പേരും കൂടി ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെ വൈകുന്നേരം ഒരു 3:30 ആയപ്പോഴത്തേനും ഒന്ന് പുറത്ത് പോകാമെന്ന് ഓർത്തു. അങ്ങനെ ഇന്ന് പോകുന്നത് സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയുള്ളൊരു നെക്സസ് വിജയ മാളിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങളങ്ങനെ എപ്പോഴും പോകാറില്ല ആ മാളിൽ. സാധാരണ ഇവിടെ അടുത്ത് തന്നെയുള്ള VR മാളിലോ അല്ലെങ്കിൽ രോഹിണി തിയേറ്ററിലൊക്കെയാണ് സാധാരണ ഇതുപോലെ ബുക്ക് ചെയ്യാറുള്ളത് സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ഇവിടെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോകുന്ന വഴിയിൽ തന്നെ ഭയങ്കര ചൂടായതുകൊണ്ട് കരിക്കും ജ്യൂസും കൂടി കരിക്ക് വെള്ളം കൂടി കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കരിക്ക് ഷോപ്പിലേക്ക് നിർത്തി. നല്ല ചൂടാണ് കേട്ടോ, നമ്മുടെ നാട്ടിലത്തെ ക്ലൈമറ്റ് പോലൊന്നും അല്ല. അപ്പോൾ ഞാൻ നാട്ടിൽ ഇത്രയും ദിവസം നിന്നിട്ട് നന്നായിട്ട് ഇത് മഴയൊക്കെ കൊണ്ടിട്ട് വന്നപ്പോഴത്തേനും ഇവിടെ വന്നപ്പോൾ എനിക്ക് തീരെ പറ്റുന്നില്ല. എനിക്കും ആമിക്കും അതെ, ദേഹത്തൊക്കെ ഇങ്ങനെ മുഖത്തൊക്കെ ഇങ്ങനെ റാഷസ് പോലെ വന്നു തുടങ്ങി. അപ്പോൾ അത്രയ്ക്കും ചൂടാണ്. ഇപ്പോഴും ചൂട് മാറിയിട്ടില്ല കേട്ടോ. അപ്പോൾ ചൂടിൻ്റെ കാരണം കൊണ്ടിപ്പോൾ June 10th ഇവിടെ സ്കൂൾ തുറക്കുള്ളൂ. അപ്പോൾ ആദ്യം 6th എന്നാണ് പറഞ്ഞത്, പിന്നെ 10th മാറ്റിയിട്ടുണ്ട്. പിന്നെ പോകുന്ന വഴിയിൽ ഞങ്ങൾ ഹസ്ബൻഡിന് ഇങ്ങനെ ഹെൽമെറ്റ് പുതിയത് മേടിക്കണമായിരുന്നു. അപ്പോൾ അതും കൂടി മേടിച്ചു. അപ്പോൾ റെയിൻബോ എന്ന് പറഞ്ഞിട്ടൊരു ഫേമസ് ആയിട്ടുള്ളൊരു ഷോപ്പുണ്ട് ഇവിടെ, അവിടെ നിന്നാണ് മേടിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ മാളിലേക്ക് പോയത്. അപ്പോൾ മാളിൽ വന്നിട്ട് നമുക്ക് കുറച്ച് നേരം കൂടുതൽ തന്നെ കിട്ടിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്തായാലും മെക്ഡൊണാൾഡ്സിലേക്ക് കയറാമെന്ന് വിചാരിച്ചിട്ട് അവിടെ വന്നിരുന്നപ്പോഴത്തേനും ടോക്കൺ നമ്പർ എടുത്തപ്പോൾ ഒരുപാട് ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് 7 മണിക്കായിരുന്നു സിനിമ. അപ്പോൾ നമ്മൾ 6:30 ആയപ്പോഴത്തേനും 6 മണിയൊക്കെ ആയപ്പോഴത്തേനും ഇവിടെ എത്തിയെങ്കിലും നമുക്ക് ഫുഡ് കിട്ടാനായിട്ട് 6:45 ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് കഴിച്ചിട്ട് പോകാനുള്ള സമയം കിട്ടത്തില്ല. അപ്പോൾ എന്തായാലും ഉള്ളിലേക്ക് കയറിയിട്ട് തിയേറ്ററിനകത്തുനിന്ന് മേടിക്കാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ട് അകത്തേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ സമയം ഇങ്ങനെ ഒരുപാട് കിട്ടിയതുകൊണ്ട് എന്തായാലും നമുക്ക് സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറേ വീഡിയോ ഒക്കെ ഞാൻ എടുത്തതായിരുന്നു. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന മൂവി തലവൻ എന്ന് പറയുന്ന ആസിഫ് അലിയുടെ മൂവിയാണ്. നല്ല മൂവിയായിരുന്നു, ക്രൈം ത്രില്ലറാണ്. ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട മൂവിയാണ്. പിന്നെ ഇവിടെ PVR നിന്ന് തന്നെ 2 പനീർ റാപ്പും ഒരു ചിക്കൻ റാപ്പും മേടിച്ചു. അങ്ങനെ ഞങ്ങൾ ഫിലിമിന് കയറി. പിന്നെ അത് കഴിഞ്ഞിട്ട് 9:30 ആയപ്പോഴത്തേനാണ് സിനിമ തീർന്നത്. പിന്നെ വീട്ടിലെത്തിയപ്പോഴത്തേനും 10:30 അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.